again നമ്മളിതാ നിങ്ങൾക്ക് ബേസിക് സയൻസിൽ ബയോളജിയിൽ 20 മാടിക്കാനുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് സമയം കളയാതെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ പിക്ക് ഔട്ട് ദ ഓർഗാനിസം ദാറ്റ് ആർ റിലേറ്റഡ് ടു കമൻസാലിസം ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ആസ് എ പെയർ. ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികളിൽ നിന്ന് കമൻസാലിസത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്തി ജോഡിയാക്കി എഴുതാനാണ്. മാംഗോ ട്രീ, ലൊറാന്തസ്, വാൻഡ, ബട്ടർഫ്ലൈ, സ്നെയിൽ ഫ്ലവർ. ഇതിൽ മാവ്, ഇത്തിൽക്കണ്ണി, മരവാഴ, ചിത്രശലഭം, ഒച്ചപ്പൂവ്. നമുക്കറിയാലോ മാവും അതുപോലെ തന്നെ വാൻഡയും അല്ലെ, മാവും മരവാഴയും തമ്മിൽ എന്താ കമൻസാലിസം ആണ് അവരുടെ റിലേഷൻ എന്ന് പറയുന്നത്. മാംഗോ ട്രീ, വാൻഡയാണ് കമൻസാലിസത്തിന് ഉദാഹരണം. അപ്പൊ ഇതുപോലെ ചോദ്യം തന്നാൽ ഉദാഹരണം എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കി വെക്കണം. എല്ലാ റിലേഷൻഷിപ്പിന്റെ ഉദാഹരണം പഠിക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ട്യൂബ് ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്, ജനറേറ്റീവ് ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള എ എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. ടു വിച്ച് പാർട്ട് ഡസ് ഇറ്റ് ഗ്രോ? ഇത് എങ്ങോട്ടേക്കാണ് വളരുന്നതാണ് ചോദ്യം. നമുക്കറിയാം പോളൻ ട്യൂബ് ജെർമിനേഷൻ അല്ലെ, പരാഗനാളിയാണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ പോളൻ ട്യൂബാണ് ഈ തന്നിട്ടുള്ളത് ആൻഡ് പരാഗനാളം. ആൻഡ് ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഓവറി, നമ്മുടെ അണ്ടാശയത്തിന് നേരെയാണ് ഇത് വളരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രം ഓർത്ത് വെച്ചോളാം. ട്യൂബ് ന്യൂക്ലിയസ്, ജനറേറ്റീവ് ന്യൂക്ലിയസ്, ഇതിനെ നമ്മൾ പറയുന്നത് പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളം എന്നാണ്. അടുത്തത് ഐഡന്റിഫൈ ദ ടിഷ്യൂ ആണ്. എന്തായാലും ഒരു ആനിമൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ ചിത്രം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇതുപോലെയാണ് ചോദ്യം വരിക. നൽകിയിരിക്കുന്ന ചിത്രം ഏത് കലയെ സൂചിപ്പിച്ചിരിക്കുന്നു? ഓഫ് കോഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാൻ വെമ്പലി കൊള്ളുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല, ഇവരുടെ ഫംഗ്ഷൻ എന്താ? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ അല്ലെ. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ ഏകോപിപ്പിക്കുകയും നമുക്ക് കാണാനും കേൾക്കാനും എല്ലാ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാനും ഒക്കെ പറ്റുന്നത് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല ഉള്ളത് കൊണ്ടാണ്. Rearrange the column B and C column in accordance with the column A. എയും ബിയും സിയും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ്. നോക്കിക്കോ, ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇടയിലെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. പ്രദേശങ്ങൾ, നാഷണൽ പാർക്ക്, വടക്ക് കിഴക്കൻ ഹിമാലയം. ഓരോന്നും നോക്കി നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയ. ജനങ്ങൾ വസിക്കുന്ന ഏരിയ ആണ് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? അത് പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് വരിക. ഓക്കെ, കമ്മ്യൂണിറ്റി റിസർവ് ആണ് വരിക. കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ ആണ് ഇത് കടലുണ്ടി. കടലുണ്ടി. ഇനി അടുത്തതോ, പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്സ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്. ഏതാ? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ചരിത്ര സ്മാരകങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ സംരക്ഷിക്കുന്നത് ഏതാണ്? നമ്മൾ പഠിക്കുന്നതാണ് നാഷണൽ പാർക്കുകളാണ് ഈ പറയുന്നത്. നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്ക് ഇവിടെ എക്സാമ്പിൾ വരുന്നത് ഏതാണ്? സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കാണ് അല്ലെ, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. പിന്നെ ഏരിയസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷ്യസ്, തദ്ദേശീയ സ്പീഷ്യസുകൾ ധാരാളം ഉള്ളതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവിവിധങ്ങളെ കാണുന്നത് ഇക്കോളജിക്കൽ സ്പോട്ട് ആണ് അല്ലെ. ഇക്കോളജിക്കൽ സ്പോട്ട് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ്, വടക്ക് കിഴക്കൻ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മാത്സ് ഫോളോയിങ് ചോദിക്കും. ഇതൊക്കെ 3 മാർക്കിന്റെ ചോദ്യമാണ്. ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, മാത്സ് ഫോളോയിങ് എഴുതുമല്ലോ. ഇതുപോലെ തന്നാല് ആലോചിച്ച് എക്സാമ്പിൾ സഹിതം പഠിച്ചിട്ട് പോകും. വീണ്ടും ഡയഗ്രാം ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കോശം ഏതാണെന്ന് കണ്ടെത്തണം. ഇൻ വിച്ച് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഡസ് ഇറ്റ് ഫോം എന്ന് ചോദിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ഇസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് ദ സെൽസ്. ഹൗ ഇസ് ഇറ്റ് മെയിൻറ്റെയിൻ? ഈ കോശങ്ങൾ ഉണ്ടാകാൻ താപം ഒരു ഘടകമാണ്. എങ്ങനെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ തന്നിട്ടുള്ള സെൽ എന്താണ്? സ്പേം അല്ലെങ്കിൽ പുംബീജമാണ്. അത് നമുക്കറിയാലോ. 3 മാർക്കിന്റെ ചോദ്യമാണ്. ആൻഡ് ഇൻ വിച്ച് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഡസ് ഇറ്റ് ഫോം? പുരുഷന്മാരില് അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ടെസ്റ്റിസ് ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. വൃഷണങ്ങളിൽ വെച്ചിട്ടാണ് പുംബീജം ഉണ്ടാക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ടെമ്പറേച്ചറുമായിട്ട് എന്താണ് ഇവരുടെ ഇൻഫ്ലുവൻസ് എന്ന്. കാരണം എന്താ? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ സ്പേമിന് ഉണ്ടാവാൻ പറ്റത്തില്ല. സോ ടെമ്പറേച്ചർ ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ ഇസ് ഫേവറബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് സ്പേം. സ്ക്രോട്ടൽ സാക്ക് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ. ഈ പറയുന്ന സ്ക്രോട്ടം ടെസ്റ്റസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടാണ് കാണുന്നത് അല്ലെ, ശരീരത്തിന് പുറത്തോട്ടായിട്ടാണ്. കാരണം എന്താ? പുംബീജുകളുടെ ഉൽപാദനത്തിന് ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില ആവശ്യമാണ്. ഈ കുറഞ്ഞ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് വൃഷണങ്ങളാണ്. ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളോട് നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാണ്. ബോയർ, ജമുന പ്യാരി, അട്ടപ്പാടി
പോളി ബ്ലാക്ക്, നീലിരവി. ഈ തന്നിട്ടുള്ളതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം. തന്നിട്ടുള്ളത് നീലിരവിയാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് അല്ലെ. ബാക്കിയൊക്കെ ഏതാണ് വരുന്നതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാനുള്ളതാണ്, മറന്നു പോകാനേ പാടില്ല. ഇതുപോലൊരു ചോദ്യം എന്തായാലും വരാവുന്നതാണ്. അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലപ്പ് അല്ലെ. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വൂസ് ആണ്. 5 കിങ്ഡം ആരാണെന്നാണ്? അത് വേറെ ആരുമല്ല, നമ്മുടെ R.H. വിറ്റേക്കർ ആണ്. ആണല്ലോ, R.H. വിറ്റേക്കർ. സെറ്റ്. ഇനി ഡോഗിന്റെ സയന്റിഫിക് നെയിം കാനസ് ഫെമിലാരിസ് തന്നിട്ടുണ്ട്. വൂൾഫിന്റെ ഏതാണെന്നാണ് ചോദ്യം. വൂൾഫിന്റെ ഏതാ വരിക? കാനസ് ലൂപ്പസ് ആണ് വരുന്നത് അല്ലെ. കാനസ് ലൂപ്പസ്, കാനസ് ലൂപ്പസ് ആണ്. ഇനി correct the mistakes if any in the underlined part of given statement. Scientific cultivation of fruits and vegetables cuniculture ആണോ? ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെയും കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാറ്? ഹോർട്ടികൾച്ചർ എന്നാണ്. ഹോർട്ടികൾച്ചർ. റെഡി. മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ, അത് ഏതാണ്? ഹൈഡ്രോപോണിക്സ് തന്നെയാണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചിത്രം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ചിത്രം നിരീക്ഷിക്കുക, രോഗാണുവിന്റെ പേര് എഴുതണം. ഇത്തരം രോഗാണുക്കൾക്ക് എന്ത് സവിശേഷതയാണ് ഇവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ വ്യാപനം വേഗത്തിലാവുന്നതെന്നാണ്. തന്നിട്ടുള്ളത് നമ്മുടെ വൈറസ് ആണ് അല്ലെ. വൈറസിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് എൻ്റർ എ ഹോസ്റ്റ് സെൽ മൾട്ടിപ്ലൈ യൂസിങ് ദ കണ്ടന്റ് ഓഫ് ദ സെൽ. ഇത് ശരിക്കും കോശത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ഇവരെന്താണ്? ഇവർക്ക് ജീവനില്ല. പകരം ജീവനുള്ള ഒരു കോശത്തിനുള്ളിൽ കയറിയാൽ, ആദ്യത്തെ കോശത്തിൽ എത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വരുന്ന പുതിയ കോശങ്ങളിൽ പ്രവേശിക്കുന്നു. അതാണ് വൈറസിന്റെ പ്രത്യേകത. അപ്പൊ വൈറസ് എന്താണെന്നും പഠിക്കണം, അതിന്റെ പ്രത്യേകത എന്താണെന്നും പഠിച്ചു വെക്കാം. Write 2 main ideas that can be presented in a seminar topic about റോൾ ഓഫ് ഓൺലൈൻ ഓർഗനൈസേഷൻ ഇൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. കാർഷിക വിപണിയിൽ ഓൺലൈൻ കൂട്ടായ്മകളുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഓർത്തു വെക്കണം, ടു ഗെറ്റ് അവയർനെസ് അബൌട്ട് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വിലയും മനസ്സിലാക്കി ഉയർന്ന വില വാങ്ങാൻ നമുക്ക് കഴിയുന്നു. പിന്നെ ഫാമേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ടു ഷെയർ ദെയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെ. അവരുടെ അറിവും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരു മാർഗമാണിത് ഈ ഒരു ഓൺലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആരും ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട് ഇല്ലസ്ട്രേറ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഓർഗാനിസംസ് ഈസ് ഗിവൺ ബിലോ. ഇത് ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. മിസ് കഴിഞ്ഞ ലൈവിലും കൂടെ പറഞ്ഞതാണ്, ഇതുപോലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതാൻ പഠിക്കണം. സെല്ല് കഴിഞ്ഞാൽ എന്താകുന്നു? സെൽ എന്താകുന്നു? ടിഷ്യൂസ്, കലകളായിട്ട് മാറുന്നു. കലകൾ ഓർഗൻ, അവയവമായി മാറുന്നു. ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥയായി മാറുന്നു. അത് ഓർഗാനിസം, ഒരു ജീവിയായി മാറുന്നു. ജീവികളെല്ലാം ചേർന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജീവി ഗണമായിട്ട് മാറുന്നു. പിന്നെയോ കമ്മ്യൂണിറ്റി, ജീവി സമുദായമായിട്ട് മാറുന്നു. ഈ ഫ്ലോ ചാർട്ട് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, മറന്നു പോവുകയും ചെയ്തത്. അടുത്തത് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം മിസ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ക്ലാസിഫിക്കേഷനിൽ ടാക്സോണമി ഹയറാർക്കി ചോദിക്കാം. അപ്പൊ നോക്കി, ഇവിടെ തന്നിട്ടുള്ളത് ഡൊമസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആളാരാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പാരകിന്റെ വർഗീകരണത്തിൽ പൂച്ചയുടെ വിവിധ വർഗീകരണ തരങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഡൊമൈൻ യൂക്കാരിയാണ്, കിങ്ഡം ആനിമേലിയാണ്, ഫൈലം കോർഡേറ്റിയാണ്, ക്ലാസ് എന്ന് പറയുന്നത് മമ്മീലിയാണ്, അതുപോലെ തന്നെ ക്ലാസ് മമ്മീലിയ, ഓർഡർ എന്ന് പറയുന്ന കാർണിവോറ, ഫാമില ഫെലിഡ വരും, ജീനസ് എന്ന് പറയുന്ന ഫെലിസ് വരും, സ്പീഷീസ് എന്ന് പറയുന്ന ഡൊമസ്റ്റിക്കസ് വരും. ഇത് ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതാൻ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ ഇതാ തന്നിട്ടുള്ളതിനെ പ്രിസിഷൻ ആൻഡ് പോളിയോസ് ഫാമിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോഡേൺ മെത്തേഡ്സിൽ വരുന്ന രണ്ടെണ്ണമാണെന്ത്? പോളിയോസ് ഫാമിംഗും പ്രിസിഷൻ ഫാമിംഗും. പ്രിസിഷൻ ഫാമിംഗിൽ സോയിൽ ഈസ് കവേർഡ് ബൈ പോളിത്തീൻ ഷീറ്റ്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ നമ്മൾ മൂടുന്നു. ആൻഡ് സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്ടഡ്, സ്റ്റഡി എമൗണ്ട് ന്യൂട്രിയൻസ്, pH, വാട്ടർ അവൈലബിലിറ്റി അല്ലെ. ഒരു കൃഷി നമ്മൾ ഇറക്കുന്നതിന് മുന്നേ മണ്ണിന്റെ pH, അതിന്റെ സ്വാഭാവികത, മൂലകങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ് പ്രിസിഷൻ ഫാമിംഗ്. രണ്ടാമത്തേതാണ് പോളിഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ മോയ്സ്ചർ ഒക്കെ കറക്റ്റ് നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്രോപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറന്റ് പോളിത്തീൻ ഷീറ്റ് അല്ലെ. ഇവിടെ കൃഷിസ്ഥലം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു പോളിത്തീൻ ഷീറ്റ് ഇട്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൾട്ടിവേഷൻ നടത്തുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. സോ നന്നായിട്ട് തന്നെ മെസ്സി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക, ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇനി വരുന്ന ലൈവുകളൊന്നും മിസ്സാക്കാതിരിക്കുക. അപ്പൊ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ, ബൈ ബൈ.